പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ വെന്റിലേറ്ററിലായ ദിവസമായിരുന്നു ഇന്ന്. കോവിഡ് കാലത്ത് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കൂടി വിവാദമാക്കി ആഘോഷിച്ച സ്പ്രിംഗ്ലർ ഓർമ്മയില്ലേ? ആളുകളുടെ വിവരങ്ങൾ ചോർത്തി ആ കമ്പനിക്ക് പിണറായി സർക്കാർ കൈമാറിയെന്നായിരുന്നല്ലോ അന്നത്തെ പറച്ചിൽ. അതും പറഞ്ഞ് ഹൈക്കോടതിയിലും പോയിരുന്നു. സതീശനും ചെന്നിത്തലയും കെ സുരേന്ദ്രനും കൊടുത്ത അന്നത്തെ ഹർജികൾ ഹൈക്കോടതി ഇന്ന് തള്ളി. സർക്കാർ നടപടികൾ ശരിവെച്ചു. പ്രതിപക്ഷത്തെ വെന്റിലേറ്ററിലാക്കിയ ഇന്നത്തെ ഒരു സുപ്രധാന സംഭവം. അടിയന്തര പ്രമേയം പേടിസ്വപ്നമായ പ്രതിപക്ഷം ഇന്നൊരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിനായി കാത്തിരിക്കുന്ന ഭരണപക്ഷം ഉടൻ തന്നെ അത് ചർച്ചയ്ക്കെടുത്തു. കേരളത്തിൻ്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് പറയാൻ വന്ന പ്രതിപക്ഷം വെന്റിലേറ്ററിലാവുന്നതാണ് പിന്നെ കണ്ടത്. അതായിരുന്നു രണ്ടാമത്തെ വെന്റിലേറ്റർ സീൻ. ഉമ്മൻചാണ്ടി കാലത്ത് കേരളത്തിൻ്റെ ആരോഗ്യരംഗമല്ല വികസിച്ചത്, മറിച്ച് അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ ആസ്തിയാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞതും കേട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ഒരു സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ പ്രിയപ്പെട്ട ആയുധവും പാരടിയുമായിരുന്ന ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പോലും ആവാതെ നിൽക്കുന്ന പ്രതിപക്ഷമാണ് ഇന്ന് വെന്റിലേറ്ററിലായത്. പ്രതിപക്ഷത്തെ പിന്നെ വെന്റിലേറ്ററിലാക്കിയത് മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഊഴമായിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെ പരിഹാസത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ തുടക്കം. പിന്നീട് കോൺഗ്രസിനെ വിമർശിച്ചും ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും മുഖ്യമന്ത്രി കത്തിക്കയറി. CPIM മുസ്ലിം സമുദായത്തിന് എതിരാണെന്ന ലീഗിൻ്റെ പ്രചാരണത്തെയും തുറന്നുകാട്ടി. BJPക്കാരായി മാറിയ കോൺഗ്രസ് നേതാക്കളുടെ നീണ്ട ലിസ്റ്റ് വായിച്ച് കോൺഗ്രസ് BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറിയതും പറഞ്ഞു വെച്ചു. ഇതുകൊണ്ടും തീർന്നില്ല. പിന്നീട് പ്രതിപക്ഷത്തെ വെന്റിലേറ്ററിലാക്കിയത് NSS ആയിരുന്നു. NSS ജനറൽ സെക്രട്ടറിയിൽ നിന്നുകൂടി സതീശന് കിട്ടി. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത നേതാവാണ് VD സതീശൻ. സമുദായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ ഇടപെടില്ലെന്ന് പറയുന്ന സതീശൻ എന്തിനാണ് സമുദായ നേതാക്കളെ കാണാൻ പോകുന്നതെന്നും സുകുമാരൻ നായർ ചോദിച്ചു. പറവൂരിൽ സഹായം തേടി മുൻപ് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതും പിന്നീട് തിണ്ണനിരങ്ങി പ്രയോഗം നടത്തിയതും കഴിഞ്ഞ ദിവസം സതീശൻ NSS ആസ്ഥാനത്തേക്ക് ദൂതനെ അയച്ചതുമൊക്കെ സുകുമാരൻ നായർ വെട്ടിത്തുറന്നു പറഞ്ഞു. പ്രതിപക്ഷം വെന്റിലേറ്ററിലായത് എങ്ങനെയൊക്കെ എന്നാണ് പറഞ്ഞു വന്നത്. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA CPIM, B റജി കോൺഗ്രസ് സഹയാത്രികൻ, അഡ്വക്കേറ്റ് N ലാൽകുമാർ ഇടത് നിരീക്ഷകൻ. ഞാൻ ശ്രീ B റജിയിൽ നിന്ന് തുടങ്ങാം. ചർച്ചയിലേക്ക് MLA എത്തുന്നു. അഡ്വക്കേറ്റ് ലാൽകുമാർ ഈ ചർച്ചയിൽ എത്തിയിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെയാണ് റജി ഇന്നത്തെ കേരള രാഷ്ട്രീയം കടന്നുപോയത്, സഭയ്ക്കകത്തും പുറത്തും. അത് ഞാൻ ഈ സൂചിപ്പിച്ച വിധം പല നിലയ്ക്കും പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വിലയിരുത്തി പോകേണ്ടത് തന്നെയാണ്. അതിൽ നമുക്ക് ഇന്നത്തെ അടിയന്തര പ്രമേയം ആദ്യത്തെ വിഷയമായി എടുത്താൽ പ്രതിപക്ഷത്തിൻ്റെ ആയുധമാണ് അടിയന്തര പ്രമേയം എന്ന് പറഞ്ഞത്. പക്ഷേ സമീപകാലത്തെ സാഹചര്യം നോക്കിയാൽ പ്രതിപക്ഷം അത്ര ശുഭകരമായ ആ ആയുധത്തെ സാധ്യതയെ കാണുന്നുണ്ടോ? ഇന്ന് പോലും യഥാർത്ഥത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അവസാനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് ആ അടിയന്തര പ്രമേയത്തിലൊരു മുൻതൂക്കം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. വിലയിരുത്തൽ ആ രീതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് ഭരണപക്ഷം ആത്മവിശ്വാസത്തോടുകൂടി പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തെ കാത്തിരിക്കുന്നു. വന്നാലുടൻ അത് ചർച്ച ചെയ്യാം, ജനം കാണട്ടെ, കേൾക്കട്ടെ, വിലയിരുത്തട്ടെ എന്ന നിലയിലേക്ക്. ഇന്നും ആരോഗ്യരംഗത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് പോയതും. റജി, അങ്ങനെ ഉള്ള ഒരു വിലയിരുത്തൽ കേരളത്തിലെ പൊതു സമൂഹത്തിന് ഇല്ല എന്നുള്ളത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്ന് പ്രതിപക്ഷം തുടക്കം മുതൽ പറയുന്നത് സാധൂകരിക്കത്തക്ക തരത്തിലുള്ള ഒരു ചർച്ചയാണ് ഇന്ന് കാണുവാൻ കഴിഞ്ഞത്. കാരണം ഈ സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറ്റവും പരാജയപ്പെട്ട ഒരു വകുപ്പായി ഈ ആരോഗ്യ മേഖല മാറി എന്നുള്ള ഒരു ദുഃഖസത്യം, അതിൻ്റെ വ്യക്തമായ തെളിവ് സഹിതം ഇന്ന് സഭാതലത്തിൽ വരികയും അത് കേരള സമൂഹമാകെ ചർച്ച ചെയ്യുകയും ചെയ്യപ്പെട്ടു എന്നുള്ളത് നമ്മൾ മറക്കരുത്. കാരണം ഈ ഓരോ ദിവസവും കേരളീയ സമൂഹത്തിലേക്ക് ഉയർന്നു വരുന്ന വാർത്തകൾ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ വിളപ്പിൽശാലയിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ, ഏതാണ്ട് 36-46 വയസ്സുള്ള ഒരു സാധു മനുഷ്യൻ, അവിടെ നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ മികവ് കൊണ്ടാണോ പെട്ടെന്ന് മരണത്തിന് അടിമപ്പെട്ടത്? നോക്കൂ, നമ്മുടെ സർക്കാർ ആശുപത്രികളിലേക്ക് പോകുന്ന എത്രയോ സാധുക്കളുടെ നിരാലംബമായിട്ടുള്ള അവരുടെ ആ ഒരു റജി, ഒരു കാര്യം, ഇന്ന് ആരോഗ്യമന്ത്രി ഈ 2011-16 കാലത്ത് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അന്ന്
ജെയിംസ് മാത്യു MLA ചോദിച്ച ചോദ്യം, തിമിര ശസ്ത്രക്രിയയെ തുടർന്ന് കാഴ്ച നഷ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട ചോദ്യം, അങ്ങനെ നഷ്ടപ്പെട്ട ആളുകളുടെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാലത്ത് മരുന്നില്ലാത്ത കാലം, അതുപോലെ തന്നെ ഡോക്ടർമാരില്ലാത്ത കാലം, സ്റ്റാഫില്ലാത്ത കാലം, അതുപോലെ മെഡിക്കൽ ചികിത്സയുടെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള പിഴവുകളുമായി ബന്ധപ്പെട്ട നിരവധി ഉദാഹരണങ്ങൾ, നിരവധി പത്രവാർത്തകൾ. അപ്പോൾ ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് വിലയിരുത്തപ്പെടേണ്ടത് അതിൻ്റെ പൊതുവായ അർത്ഥത്തിൽ വേണം. അങ്ങനെ താരതമ്യം ചെയ്താൽ ആ 11-16 നിന്ന് വലിയ തോതിൽ ഒരു മാറ്റത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ചില ആശുപത്രികൾ കേന്ദ്രീകരിച്ച് അതിൽ സംഭവിച്ചിട്ടുള്ള 1-2 കേസുകൾ ചൂണ്ടിക്കാട്ടി നിർഭാഗ്യകരമാണ്. അപ്പോൾ ആ സംവിധാനം എത്രമാത്രം മെച്ചപ്പെട്ടു എന്നാണ് നോക്കുന്നത്. അതിൽ നിങ്ങൾ ഇവിടുത്തെ ഒരു കേസ് എടുക്കുന്നു, മറ്റേതെങ്കിലും ആശുപത്രിയിലെ മറ്റൊരു കേസ് എടുക്കുന്നു എന്ന നിലയ്ക്ക് അതിനെ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പ്രതിപക്ഷം അത് ചെയ്തോട്ടെ. പക്ഷേ വിലയിരുത്തുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ താങ്കൾ പറഞ്ഞതുപോലെ എത്രമാത്രം മാറിയിരിക്കുന്നു, നമ്മുടെ OP സമയം എത്രമാത്രം മാറിയിരിക്കുന്നു, കാഷ്വാലിറ്റി സേവനം എത്രമാത്രം മാറിയിരിക്കുന്നു, സൗജന്യ ചികിത്സ എത്രമാത്രം, എത്ര ലക്ഷങ്ങൾ, 40 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്കാണ് സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. അങ്ങനെ ഓരോന്നും ജില്ലാ ആശുപത്രികളുടെ വികാസം, മെഡിക്കൽ കോളേജുകളുടെ വികാസം, സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിലേക്കുള്ള ആശുപത്രികളുടെ മാറ്റം, അങ്ങനെ എത്ര തലത്തിൽ. അപ്പോൾ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ ചില കേസുകൾ ചൂണ്ടിക്കാട്ടി ഈ സംവിധാനമാകെ മോശമാണ് എന്ന് പറഞ്ഞാൽ അതൊരു കേരള വിരുദ്ധ മനോഭാവത്തിനപ്പുറം ഒന്നും ആകുന്നില്ല. റജി, പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം അവിടെയാണ്. നോക്കൂ, കേരളം പരമ്പരാഗതമായി ആരോഗ്യ മേഖലയിൽ കൈവരിച്ച നേട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ 10 വർഷം കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. ആ സർക്കാരിൻ്റെ പ്രയോറിറ്റി മേഖല ഈ ആരോഗ്യ മേഖലയ്ക്ക് നൽകിയിരുന്നുവെങ്കിൽ ഈ ഒരു വെന്റിലേറ്ററിലാവേണ്ട ഒരു സ്ഥിതിവിശേഷം വരില്ലായിരുന്നു. ഇന്ന് പോലും ഹർഷീന മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നത് നമ്മൾ കണ്ടു. ഒരു വേണു, അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട ഒരു സാധു സ്ത്രീ. 3 കേസ്. നോക്കൂ, അങ്ങനെ കാരുണ്യ ആരോഗ്യ എടുത്തു പറയുന്ന കേസുകൾ എവിടം വരെ പോകുന്നതാണ് ഞാൻ നോക്കുന്നത്. നിങ്ങൾ ഇവിടെ വിളപ്പിൽശാലയിലെ കേസ്, അതുപോലെ തന്നെ പാലക്കാട്ടെ കേസ്, വേണു, യെസ്, ബാക്കി പറയും. നോക്കൂ, 1200 കോടി രൂപയാണ് കാരുണ്യ ചികിത്സയുടെ കുടിശ്ശികയായി നിലകൊള്ളുന്നത്. നമ്മൾ അത് മനസ്സിലാക്കണം. മറ്റത് കഴിഞ്ഞു, 3 കേസ് കൊണ്ട് അത് തീർന്നു. നോക്കൂ, ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ആരോഗ്യ രംഗത്തെ അധ്യാപകരെ, അവിടെ മെഡിക്കൽ കോളേജിലെ അധ്യാപകർ സമരം ചെയ്യുകയാണ്. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത്. അപ്പോൾ ആരോഗ്യ രംഗത്തെ സംബന്ധിച്ച് സമരം ചെയ്യുന്നത് ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശം തന്നെയാണ്. അതവർ ചെയ്യുമ്പോൾ ബന്ധപ്പെട്ടവർ ചർച്ചയ്ക്ക് വിളിക്കട്ടെ. പക്ഷേ ഒരു സമരത്തിൻ്റെ കോള് വന്നാൽ ഈ സിസ്റ്റം ആകെ തകർന്നു എന്ന് പറയുന്നത് എന്തുതരം യുക്തിയാണത്? ആരോഗ്യ രംഗത്ത് ഇപ്പം ശിശു മരണ നിരക്ക് കുറച്ചു, അമേരിക്കയേക്കാൾ കുറച്ചു എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അതിൽ അത്ര നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിനെ ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷേ അത് നാം 1957 മുതൽ കേരളത്തിൽ മാറി മാറി ഭരിച്ച സർക്കാരുകൾ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാന കണക്കുള്ളതാണല്ലോ, ഇതൊക്കെ കണക്കുള്ളതാണ്. കൊട്ടത്താപ്പിനടിക്കുന്ന രാഷ്ട്രീയ വർത്തമാനങ്ങളല്ലോ. റജി പറഞ്ഞ് ഞാൻ മുഖവിലേക്ക് എടുക്കുകയാണ്. ഈ ശിശുമരണ നിരക്ക് ശരിയാണ്, നമ്മൾക്കിപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളിലേതിനേക്കാൾ ആ തോതിൽ നമ്മൾ താഴെയാണ്, അഭിമാനകരമാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. UDF ഭരണകാലത്ത് എത്രയായിരുന്നു അത്? ഞാൻ അതിന്റെ കണക്ക് ഇപ്പം വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ 10 വർഷം LDF സർക്കാർ ഉണ്ടാക്കിയ നേട്ടം എന്താണ്? ഒരു നിമിഷം, 12 തർക്കത്തിനല്ലല്ലോ, ഇതൊന്നും തർക്കിക്കേണ്ട. 12 ഇന്നാണത് 5% മുകളിൽ എത്തി നിൽക്കുന്ന നിലയിലേക്ക് 5.1 എന്നോ മറ്റുമാണ് നമ്മളിപ്പോൾ. 2 ദേശീയ തലത്തിൽ എത്രയോ ഇരട്ടിയാണ് ഇതിനേക്കാൾ. 25 മറ്റോ ഞാൻ പറഞ്ഞു. അതാണ്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ആ നിലയിലേക്ക് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നു. താലൂക്ക് ആശുപത്രികൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാക്കുന്നു. നമ്മൾ വലിയ ആശുപത്രി, ഇത്തരം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ മാത്രം പ്രാപ്യമായിരുന്ന അതിബൃഹത്തായ സർജറികളും ചികിത്സകളും താഴെത്തട്ടിലേക്ക് വരുന്നു. കാത്ത് ലാബുകൾ താഴെത്തട്ടിലേക്ക്, താലൂക്ക് ആശുപത്രികൾ വരെ വരുന്ന നില വരുന്നു. ഈ UDF കാലത്ത് എവിടെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കാത്ത് ലാബ് ഉണ്ടായിരുന്നോ എന്ന മട്ടിലോ ഒക്കെ ഇന്ന് ആരോഗ്യമന്ത്രി ചോദിച്ചല്ലോ. ആരെങ്കിലും മിണ്ടിയോ പ്രതിപക്ഷ നിരയിൽ നിന്ന്? നോക്കൂ, തുടർച്ചയായ 10 വർഷമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് അധികാരം നൽകിയത്. ഒന്നും ചെയ്യാതിരിക്കാനെന്നുള്ളതല്ല, ആരോഗ്യ മേഖലയെ പരിപൂർണമായിട്ടും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം LDF സർക്കാരിനുണ്ട്. ആ കൃത്യം അവർ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇപ്പൊ ക്ലിയറായി. ഞാൻ ശ്രീ ലാൽകുമാറിലേക്ക് വരികയാണ്. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ ആ പരിശ്രമം ഈ 10 വർഷക്കാലം കൊണ്ട് ആരോഗ്യരംഗത്ത് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിനനുസരിച്ച് ചെയ്യാനായോ എന്ന പരിശോധന
പരിശോധനയ്ക്കാണ് ഇന്നത്തെ അടിയന്തര പ്രമേയം വഴിയൊരുക്കിയത് എങ്കിൽ അത് ഏത് ദിശയിലേക്ക് പോകും, ആളുകൾക്ക് ഏത് നിലയിലാണ് കാര്യങ്ങളെ ബോധ്യപ്പെട്ടത് എന്ന് ലാൽകുമാർ പറയേണ്ടതുണ്ട് താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ. ഞാൻ അതിനോടൊപ്പം ചേർത്ത് വെക്കുന്നു സ്പ്രിംഗ്ലർ. കോവിഡ് കാലത്ത് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്ത ആ കോവിഡിൻ്റെ ആ കാലത്തിന് ഒട്ടും ചേരാത്ത വിധമുള്ള വലിയ വിവാദമായി ആഘോഷിച്ചതാണ്. സർക്കാർ അതിന് മറുപടി പറയാൻ എത്ര കാലം എത്ര സമയം ചെലവഴിച്ചു. ആ കോവിഡ് കാലത്താണെന്നുള്ളത് ആലോചിക്കണം. അന്ന് തന്നെ അതുമായി ഹൈക്കോടതിയിലേക്ക് പോയി 3 പ്രധാനപ്പെട്ട നേതാക്കൾ, വി ഡി സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, മറ്റൊന്ന് രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ മറ്റൊരു പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ യോജിച്ച ഹർജികൾ ഒന്നിച്ചു കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ആ ഹർജികൾ ഇന്ന് തള്ളുകയാണ്. അന്ന് എന്താണോ സർക്കാർ പറഞ്ഞത് അത് പൂർണ്ണമായും അടിവരയിട്ട് പറയുന്നു. പറഞ്ഞത് എന്താണ്? വിവരം ചോർത്തി എന്ന് പറയുന്ന ആ ആക്ഷേപം ശരിയല്ല. ഹൈക്കോടതി ഹർജികൾ തള്ളി, നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റായ നടപടികൾ ഉണ്ടായില്ല. ആ കാലത്തിൻ്റെ പ്രത്യേകത കാണേണ്ടതുണ്ട്. നടപടിക്രമങ്ങൾ എന്നതിൻ്റെ പേരിൽ നമ്മളൊരു ആക്ഷേപം ഉന്നയിച്ചാൽ ആ കാലത്തെ നടപടിക്രമങ്ങൾ പാലിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി പറയുകയാണ്. ഇതുതന്നെയല്ലേ ലാൽ അന്ന് സർക്കാർ, മുഖ്യമന്ത്രി അടക്കം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനം വെന്റിലേറ്ററിലാണോ? പ്രതിപക്ഷം ഇന്ന് വെന്റിലേറ്ററിലാണോ? ഇതാണ് ചോദ്യം. അല്ല, ഇവിടെ അടിസ്ഥാനപരമായി ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം അത് വ്യക്തമായും കൃത്യമായും അവർക്ക് ചെയ്യാൻ പല ഘട്ടങ്ങളിലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന് സത്യാവസ്ഥ. നോക്കൂ, ഇപ്പം ഇവിടെ വന്ന ഒരു വിഷയം, വിവാദം സ്പ്രിംഗ്ലർ. എനിക്കറിയില്ല എത്രമാത്രം ചർച്ചയിൽ ഞാൻ തന്നെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാര്യം കത്തിച്ച് നിർത്തുക, കേരളത്തിലെ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തോട് ചേർന്ന് കത്തിച്ച് നിർത്തിയ ഒരു സാഹചര്യം. നോക്കൂ, അസാധാരണമായ ഒരു സിറ്റുവേഷൻ വരുമ്പം അസാധാരണമായ നടപടി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഒരു സമൂഹമായി ഈ പറയുന്ന പ്രതിപക്ഷ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് നേരത്തെ തന്നെ മാറിയതാണ്, ഇപ്പോൾ തുടങ്ങിയതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായി പല കാര്യത്തിനും അവരുടെ റെസ്പോൺസ് അതുമായി ബേസ് ചെയ്താണ്. ഇപ്പോൾ ആരോഗ്യരംഗം എടുക്കുക. ഇന്നിപ്പം ഇവിടെ 2 3 കേസ് പറഞ്ഞു. റജി തന്നെ 3 കേസ് പറഞ്ഞ ശേഷം റജിക്ക് അടുത്ത ഒരു കേസിലേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായി. നോക്കൂ, കേരളം എന്ന് പറയുന്ന ഈ വലിയ സംസ്ഥാനത്ത് ആരോഗ്യരംഗത്തെ വിലയിരുത്തുമ്പം 4 5 കേസ് കഴിഞ്ഞ കുറേ കാലങ്ങളിലുള്ള കേസ് എടുത്ത് നമ്മൾ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളേ? അപ്പം ഈ പറഞ്ഞ കേസ് തന്നെ നിങ്ങൾ തിരിച്ച് എന്നെ കേൾക്കുന്ന ആൾക്കാർ ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കുക. കുറേ വിവാദങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ ഒരാൾ മരിച്ചു, അതിന് മുമ്പുള്ള കുറേ 2 3 കേസ് വന്നു. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 1 2 വർഷങ്ങളിൽ ഇത്രയല്ലേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ എന്നെ എടുക്കുന്നത്. ഇതിനകത്ത് പ്രശ്നം എന്നറിയോ? സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ലെന്നുള്ളതാണ് ഈ പറയുന്ന ഇവർ പറഞ്ഞു വെക്കുന്ന സാരാംശം അല്ലേ? അതാണല്ലോ ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അവിടെ ഒരു നെഗ്ലക്ഷൻ ഉണ്ടാകുന്നു. ഒരു സർക്കാർ ആശുപത്രിയിൽ പോകുന്ന ആൾക്ക് എല്ലാ ആൾക്കാരും രക്ഷപ്പെടും എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? എനിക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായി, ഞാൻ സർക്കാർ ആശുപത്രി അപ്രോച്ച് ചെയ്യുന്നു, അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അപ്രോച്ച് ചെയ്യുന്നു. ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഞാൻ ജീവനോടുകൂടി തിരിച്ചു വരും എന്നെങ്ങനെയാണ് ഉറപ്പുള്ളത്? അത് ഒരിക്കലും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എനിക്ക് അത്യാഹിതം സംഭവിക്കാം. അപ്പോൾ ആ അത്യാഹിതം സംഭവിച്ച വിഷയം എടുത്തു വെച്ചിട്ട് ഇത് ആരോഗ്യരംഗത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയാൻ തുടങ്ങിയാൽ ഈ പറയുന്ന ഈ ചെറുപ്പക്കാർ മരിച്ചു വീഴുന്ന എല്ലാ പ്രശ്നങ്ങളും എടുത്തു വെച്ച് നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ പ്രശ്നമാണെന്ന് പറയേണ്ടി വരും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, നമ്മൾ ഈ പറയുന്ന കാഷ്വാലിറ്റീസിൻ്റെ എണ്ണം ഇവർ പറയുന്നത് ആ കണക്കെങ്കിൽ ഐ എം ഹാപ്പി. അതിന് മുന്നേ ശരത്ത് വേറെ രീതിയിൽ അതിനെ ആലോചിക്കണം. നോക്കൂ, പൊതുജന ആരോഗ്യരംഗം വളരെ മോശമാണല്ലോ. ഈ പറയുന്ന കാഷ്വാലിറ്റി ഉണ്ടായി എന്ന് പറയുന്ന ആളും അപ്രോച്ച് ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രിയാണ്. ഈ പറയുന്ന ആൾക്ക് ഈ വെളപ്പിൽ ശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിന് ക്ലിയറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഈ പ്രിലിമിനറി സ്റ്റേജിലുള്ളത് കൊടുത്ത് മറ്റൊരിടത്തേക്ക് വിടുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിഷ്വൽസ് വന്നിരിക്കുന്ന ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരണം നൽകുക. അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി, അദ്ദേഹത്തിന് കുടുംബത്തിന് വലിയ നഷ്ടം വരുന്നു, അതൊക്കെ സത്യമാണ്. പക്ഷേ അത് ആ കുടുംബത്തിൻ്റെ വേദന വെച്ചാകണം നമ്മുടെ ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ അത് ഒരു ബാലിശമായ കാര്യമായി പോകുന്നതാണ് എനിക്ക് പ്രാഥമികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രശ്നം, ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം അവതരിപ്പിച്ചാലും അതിന് പെട്ടെന്ന് ഒരു വലിയ മീഡിയ അറ്റൻഷൻ കിട്ടും. അതിന് ഞാൻ നേരത്തെ പണ്ട് സൂചിപ്പിച്ചതുപോലെ വീണ ജോർജ് ഒരു മുൻ മാധ്യമ പ്രവർത്തകയായതുകൊണ്ട് അവരോട് പ്രത്യേക ഒരു താല്പര്യം നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കുണ്ട്.
അത് അവർ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം പാർലമെൻറ്റിൽ പത്തനംതിട്ട നിന്നപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടതാണ്. എന്ത് കണ്ടാലും മോശം പറയുക. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഒരു പ്രോഗ്രാമിൽ വെച്ച് ഞാൻ വീണ ജോർജിനെ കണ്ടു. അപ്പം ഞാൻ കൃത്യമായി സംസാരിച്ച് വന്നതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞതാണ്, ഒരു വിഷയം, ഒരു ആശുപത്രിയുടെ ഒരു ബ്ലോക്ക്, നശിച്ചു കിടന്ന ഒരു ബ്ലോക്ക് അവർ ഏറ്റവും മനോഹരമായി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രിയെ കൂടി ഉദ്ഘാടനം ചെയ്യുന്നു. എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയെക്കുറിച്ചാണ് അവർ സൂചിപ്പിച്ചത്. പിറ്റേ ദിവസം വാർത്തയാണ് അവിടെ ചേരില്ല. അപ്പം ഇതിനു മുമ്പ് ഈ പറയുന്ന UDF കാലത്തൊക്കെ ഇത് ഒരു കാരണവശാലും ഒന്നും ചെയ്യാതെ കിടന്നിടത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് ആ ഹോസ്പിറ്റൽ ഉണ്ടാക്കി വന്നതിന് പിറ്റേ ദിവസം വാർത്ത അവിടെ ഇരിക്കാൻ പോലും കസേരയില്ല. നമ്മൾ വിമർശിക്കാൻ തുടങ്ങിയാൽ എവിടെ പോയി അവസാനിക്കും ഇത്? എങ്ങനെ അതാ പറഞ്ഞത്, നമ്മൾ പറയുന്നതിനകത്ത് നമുക്കൊരു സത്യം വേണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്ന വിമർശനത്തിന് ഒരു ആത്മാർത്ഥമായ ഒരു വിമർശനം ഉന്നയിക്കും, നമുക്ക് വേണമെങ്കിൽ കേൾക്കാം, നമുക്കത് പരിഹരിക്കപ്പെടേണ്ടതാണെങ്കിൽ പരിഹരിക്കാം. വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കാര്യം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ പോലെ മെച്ചപ്പെടാനുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് മെച്ചപ്പെടാനുണ്ട്. ആ സ്കോപ്പ് ഒരിക്കലും അറിഞ്ഞിട്ടുള്ളതല്ല. ലോകത്തിലെ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന സ്ഥലം കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ പരിമിതമായ സാമ്പത്തികത്തിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നമ്മൾ ശ്രമിക്കുന്ന 2 കാര്യങ്ങളാണ്. അതൊന്ന് വിദ്യാഭ്യാസവും 2 ആരോഗ്യരംഗവുമാണ്. അതിന് ഒരു കാരണവശാലും ഇടതുപക്ഷ സർക്കാർ വിട്ടുവീഴ്ച വരുത്തിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിനകത്ത് ചുമ്മാതെ ന്യായം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ സബ്സ്റ്റാൻഷ്യലി നിങ്ങൾക്ക് ഒരു സോളിഡ് റീസൺ കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെക്കാമെങ്കിൽ വി ക്യാൻ ബിലീവ് ഇറ്റ്. ഇന്നത്തെ റിസൾട്ട് നിയമസഭയിൽ കണ്ട റിസൾട്ട് എന്താണ് ലാൽകുമാർ? ഇന്ന് നിയമസഭയിൽ കണ്ട റിസൾട്ട് എന്താണ്? അങ്ങനെയാണെങ്കിൽ ക്യുക്കായിട്ട് വളരെ ചുരുക്കി നെറ്റ് റിസൾട്ട് അല്ല നിയമസഭയിൽ പണ്ട് സ്വരാജ് പറഞ്ഞതുപോലെ ഇവർ കൊണ്ടുവരുന്ന എല്ലാ പ്രമേയവും നനഞ്ഞ പടക്കം പോലത്തെ ഒരു അവസ്ഥയാണ്. പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുക. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. പ്രതിപക്ഷ നേതാവ് നമ്മൾ VD സതീശൻ വന്നപ്പം ആദ്യം വെൽക്കം ചെയ്ത് എനിക്കൊന്ന് നമ്മൾ തമ്മിലിരുന്ന ചർച്ചയ്ക്കകത്ത് അദ്ദേഹം വരട്ടെ എന്നാണ് നമ്മൾ രണ്ടും ഇരുന്ന ചർച്ചയ്ക്കാണ് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ മാറുന്നു നോക്കൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കകത്ത് കൈരളിക്ക് തന്നെ സൂചിപ്പിച്ചാണ്, കൈ ചൂണ്ടിയാണ് എല്ലാ വിഷയത്തിനും സംസാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ കൈയെടുത്ത് കാണിച്ചെന്ന് വെച്ചാൽ ആർക്കോ വാണിംഗ് കൊടുക്കുക. ആരാ ഇദ്ദേഹത്തെ കണ്ട് ഇത്ര പേടിക്കുന്നതെന്നേ? പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ കൈ ചൂണ്ടിയാണ് നമ്മളെന്നാ പേടിച്ചു പോവോ? പുള്ളി ഓരോ കാര്യം പറയുമ്പോഴും, ഇപ്പുറത്തെ മന്ത്രിമാരെ കുറിച്ച് പറയുമ്പോഴും, മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോഴും നോക്കൂ, നമുക്ക് ശാരീരികമായ ഒന്നുകൂടി ഇന്നിപ്പോൾ വൈകുന്നേരം അത് വലിയ ചർച്ചയായിട്ടുണ്ട്. അതാ കാണാം. ഇന്ന് VD സതീശൻ ഇന്നലെ ശിവൻകുട്ടിയോട് എങ്ങനെയാണ് പെരുമാറിയത്, ഇന്ന് അത് സഭയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ഞാൻ അതിൽ വേറൊന്നും പറയുന്നില്ല, ഒന്ന് കാണാം. VD സതീശൻ ഇന്നലെ, VD സതീശൻ ഇന്ന്. ഇവനെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ? ഞാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു. അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെടുത്ത പ്രസംഗം കേൾക്കും. അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ലാലി കേട്ടിട്ട് എന്ത് തോന്നി? അദ്ദേഹം അവനൊന്നും ഇവനൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല മന്ത്രിയെ എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെയാണ്. ഓക്കെ, അവിടെ നിർത്തുകയാണല്ലോ. പണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പം ഇന്നലെ പറഞ്ഞത് കേട്ടു. പണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പം ഇന്നലെ പറഞ്ഞത് ഇന്ന് തിരുത്തുമായിരുന്നു. ഇപ്പോഴത്തെ ആളുടെ അവസ്ഥ രാവിലെ വരുന്ന ഉച്ചയ്ക്കേ തിരുത്തും. പറയുന്നത് മൊത്തം കള്ളത്തരവാണ്. അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത്? നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, ശരി, നിങ്ങൾക്ക് പുറയിലാണ്, നിങ്ങൾക്ക് ജയിക്കേണ്ടതായിട്ടുണ്ട്, ഇതൊക്കെ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ അധിക്ഷേപിക്കുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് VD സതീശനെതിരെ കുറെ കാര്യങ്ങൾ പറയുക, അല്ലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റാൾക്കാർ VD സതീശനെതിരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അവൻ ഇവൻ എന്ന് പറഞ്ഞ് നമ്മുടെ സംബോധന ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി എവിടെ നിന്നിരിക്കും? അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമില്ല. ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ആദിയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇതൊക്കെ പറയുന്നത്. ശരി, ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നുന്നു റവന്യൂ മന്ത്രി K. രാജന്റെ ഒരു വാർത്താ സമ്മേളനം വരാനിരിക്കുന്നു, വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിചാരിക്കുന്നു. അതിലേക്ക് കൂടി പോകേണ്ടി വരും. അതിനു മുമ്പ് ശ്രീ റജി, ഞാൻ MLA സമയം എടുത്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. റജി അത് കേട്ടല്ലോ, പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും, അദ്ദേഹം ഇന്ന് പറഞ്ഞതും നിലനിൽക്കുന്നതേ അല്ല.
ഇവനൊക്കെ മന്ത്രിയായപ്പോൾ എന്ന് തന്നെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പ്രസംഗം എടുത്ത് കേട്ട് നോക്കാനൊക്കെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിന് ഓർമ്മയില്ലേ? കേരളം മുഴുവൻ അത് ഒരുപാട് ചർച്ചയായതാണ്, സോഷ്യൽ മീഡിയയിൽ അത് വലിയ തോതിൽ വന്നതാണ്. എന്നിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ന് സഭയിൽ പോയിട്ട് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പോയി കേട്ട് നോക്ക്? റെജിക്ക് എന്താ തോന്നിയത്? അല്ല, പറഞ്ഞാൽ മതി. കേരളത്തിന്റെ ബഹുമാനനായ പ്രതിപക്ഷ നേതാവും UDF-ന്റെ ചെയർമാനെയും രാഷ്ട്രീയമായി വിമർശിക്കേണ്ട ഉത്തരവാദിത്വം CPM-നെ സംബന്ധിച്ചും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചുമുണ്ട്. ആ കൃത്യം അവർ ഭംഗിയായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് മാത്രം. അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലെ ഒരു വൈരുദ്ധ്യമാണ് സൂചിപ്പിച്ചത്. റെജിക്ക് വൈരുദ്ധ്യമായി തോന്നിയോ? അദ്ദേഹം പറഞ്ഞതാണോ ശരി, അതോ ഈ ചർച്ചയിൽ ലാല് പറഞ്ഞാണോ ശരി? ഇവിടെ ഭരണഘടനയെ സംബന്ധിച്ച് ഒരു മന്ത്രി പറഞ്ഞതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് അഭിപ്രായം? ചർച്ച ചെയ്തല്ലോ, ഒരുപാട് ചർച്ച ചെയ്തു, രാജിവെക്കേണ്ടി വന്നു, ഇതൊക്കെ സംഭവിച്ചു. കുടച്ചക്രവും എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു. ആരും അതിനെ ന്യായീകരിച്ചില്ലല്ലോ, അതിനകത്തെ പിശകുകൾ ചൂണ്ടിക്കാട്ടിയില്ല. ഇവിടെ അതല്ലല്ലോ സംഭവിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്താണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എല്ലാവരും കേട്ടു. ഇന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനൊന്നും ഇവനൊന്നും വിളിച്ചിട്ടില്ല എന്ന്. റെജിക്ക് തോന്നിയോ? അദ്ദേഹം സഭയിൽ വെല്ലുവിളിച്ചു. റെജി, ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായാൽ എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രസംഗിച്ചോ? അദ്ദേഹം പറഞ്ഞ വാക്കുകളെ മുഴുവൻ പിൻവലിക്കാമെന്ന് അദ്ദേഹം ഇന്ന് കേരള നിയമസഭയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഒരു കണ്ടീഷൻ, ബഹുമാന്യനായ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ പിൻവലിക്കാമോ എന്ന് ചോദിച്ചു. അതിൽ ആ ഒരു വസ്തുത നമ്മുടെ മുമ്പാകെ നിൽക്കുകയാണ്. കേരള സമൂഹത്തിന് മുമ്പാകെയാണ് അദ്ദേഹം ആ ഒരു കോൺഗ്രസ് നേതാക്കളെക്കാൾ സമർത്ഥമായി ട്വിസ്റ്റ് ചെയ്യാണ്. എൻ്റെ ചോദ്യം ഒന്നുമല്ല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ ഇവനൊക്കെ മന്ത്രിയായാൽ എന്ന് ഇന്നലെ പറഞ്ഞ് നമ്മളെല്ലാം കേട്ടു. ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞ് ഞാൻ അങ്ങനെ പ്രയോഗിച്ചിട്ടേ ഇല്ല എന്നാണ്. റെജി എന്തു പറയുന്നു? റെജി കേട്ടിട്ട് എന്ത് തോന്നി? അല്ല, രാഷ്ട്രീയ രംഗത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു അക്ഷരത്തെറ്റോ ഒന്നും അതല്ല, ആ വസ്തുതയാണ്. അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ പെശകുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ന് ന്യായീകരിച്ച് മെഴുകുക എന്നൊക്കെയല്ലേ മലയാളത്തിൽ പറയുന്നത്. താങ്കളിലേക്ക് അദ്ദേഹം പറഞ്ഞു അത് പിൻവലിക്കാമെന്ന് പറഞ്ഞു, ഓൺ കണ്ടീഷൻ. ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം. ശരി, ഏതായാലും പ്രതിപക്ഷത്തിരുന്ന MLA-മാരോട് ഇക്കാര്യങ്ങളൊന്നും ഇന്ന് പൂർണ്ണമായിട്ട് അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നോ പ്രതിപക്ഷം, അടിയന്തര പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയത്തിൻ്റെ സമയത്ത് പോലും പല അംഗങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ വളരെ ക്യുക്കായി ശ്രീ പ്രേംകുമാർ, പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞതൊക്കെ താങ്കൾ കേട്ടിരുന്നോ? അവൻ എന്ന് പറഞ്ഞത് ഇന്ന് സഭയിൽ തിരുത്താനാണോ ശ്രമിച്ചത്? പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അദ്ദേഹം അവനെന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞതും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സഭയിൽ പറഞ്ഞതും പച്ചക്കള്ളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്തായാലും വസ്തുതാവിരുദ്ധമാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്ന കാര്യമാണ്. നമ്മുടെ നാടിൻ്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നായിരുന്നല്ലോ UDF പറഞ്ഞിരുന്നത്. ഞാൻ പറയുന്നത് സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ ഒന്നും ഒരു പിഴവും ഇതേവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതല്ല. ഇന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ വന്ന മാറ്റം സ്പാനിഷ് യുവതി പറഞ്ഞതിൽ മാത്രം ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല. എത്രയോ മാസങ്ങൾ വേണ്ടി വരുന്ന ഒരു കൺസൾട്ടേഷൻ ഏതാനും മിനിറ്റുകൾക്കകം നേടിയെടുക്കാൻ കഴിഞ്ഞു. എൻ്റെ നാട്ടിലാണെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരുമായിരുന്നു എന്ന് സ്പാനിഷ് യുവതിക്ക് പറയേണ്ടി വന്ന നാടായിട്ട് നമ്മുടെ കേരളം മാറിയില്ലേ? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞതാണ് ഏറ്റവും ശരിയായ, നമ്മുടെ കേരളം ഓർത്തു വെക്കേണ്ട ഒരു വാചകം. അത് ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷം ഗവൺമെൻറ്റിൻ്റെ പ്രതിപക്ഷമായിട്ടല്ല, ജനങ്ങളുടെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ നാട് കൈവരിക്കുന്ന ഒരു നേട്ടത്തെയും കാണാനോ അംഗീകരിക്കാനോ മനസ്സില്ലാത്ത കേരള വിരുദ്ധ മനസ്സുള്ളവരായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറുകയാണ്. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനത്തിലും മിനിമം 3 സർക്കാർ ആശുപത്രിയുണ്ട്. ഒരു അലോപ്പതി ആശുപത്രിയുണ്ട്, ഒരു ആയുർവേദ ആശുപത്രിയുണ്ട്, ഒരു ഹോമിയോ ആശുപത്രിയുണ്ട്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് 3 ഗവൺമെൻറ് ആശുപത്രികളുള്ള ഒരു സംസ്ഥാനം വേറെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നമ്മൾ കേരളത്തിലെ ഏത് ആശുപത്രിയിൽ പോയാലും നമുക്ക് സ്വാഭാവികമായും ലഭിക്കുന്ന പ്രാഥമിക ചികിത്സയുണ്ട്. ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി നമ്മുടെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററെങ്കിലും ആ നിലയിലേക്ക് ഉയർത്തുക എന്നത് ഗവൺമെൻറ് തീരുമാനിച്ച് ഞാൻ നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ കുറവാണ്. ചിലപ്പോൾ മന്ത്രി രാജൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് പോകേണ്ടി വരും. 2, 3, 4 കേസുകൾ ചൂണ്ടിക്കാട്ടി, ചികിത്സാ പിഴവുകളും മറ്റും ചൂണ്ടിക്കാട്ടിയിട്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം, പൊതുജനാരോഗ്യ രംഗത്തെ ആകെ അപകടത്തിലാണ്, വെന്റിലേറ്ററിലാണ് എന്നല്ലാതെ പ്രതിപക്ഷ നേതാവ് വേറെ ഒന്നും പറയാറില്ല. ഇത് പറഞ്ഞു, ഈ 3-4 കേസ് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഇങ്ങനെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഇന്നത്തെ അടക്കം ചർച്ചയിൽ നിന്ന്?
ജനങ്ങളുടെ ബോധ്യം എന്താണ്? ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യരംഗം വലിയ തകർച്ചയിലാണ്, ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു ഇതിലും മികവുണ്ടായിരുന്ന ഒരു കാലം എന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ? ഞാനൊരു കാര്യം പറയാം. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ഏറ്റവും മികച്ച കെട്ടിടം ആയിട്ട് അവിടെ OP സൗകര്യങ്ങളും കാഷ്വാലിറ്റി സൗകര്യവുമുള്ള മികച്ച കെട്ടിടം ഏതാണ്ട് 13 കോടി രൂപ ചെലവിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് നിർവഹിച്ചത്. ഞാൻ പറഞ്ഞത് എന്നെ അവിടെ വിളിക്കുന്ന ആളുകൾ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൗജന്യ ഡയാലിസിസിനാണ്. മിക്കവാറും ദിവസത്തിൽ ഒരു വിളിയെങ്കിലും വരുന്നത് സൗജന്യ ഡയാലിസിസിനാണ്. ഒരു ദിവസം അവിടെ ഏതാണ്ട് ഒരു 40 പേർക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുകയാണ്. രാത്രി 12 മണിയാണെങ്കിലും ആ ഷിഫ്റ്റിനും ആൾ വരികയാണ്. കാരണം 2000 രൂപ വേണം പുറത്ത് ഡയാലിസിസ് ചെയ്യാൻ. കേരളത്തിൽ 6 കേന്ദ്രം ഉണ്ടായിരുന്നത് 120 കേന്ദ്രമായിട്ട് മാറി ഡയാലിസിസ്. ഞാൻ മുമ്പ് പറഞ്ഞതിലേക്കൊന്ന് പോകണം. ശ്രീ പ്രേംകുമാർ, ശ്രീ റജി, ശ്രീ ലാൽകുമാർ, ജില്ലാ ആശുപത്രികളിൽ കീമോ നടക്കുന്നു, ക്യാൻസർ രോഗികൾക്ക് ഓങ്കോളജി കേസുകളിൽ കീമോ നടക്കുന്നു എന്നതുകൂടി ഈ കാലത്തെ നമ്മുടെ മുമ്പിലുള്ള ഒരു അനുഭവമാണ്. മുണ്ടക്കൈ ചൂരൽമലയുടെ കാര്യത്തിൽ ഇപ്പോൾ മോഡൽ ടൗൺഷിപ്പ് പോലെ അത്യാധുനികമായൊരു പുനരധിവാസമാണ്. അത് അവർക്ക് ഏതെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതല്ല, അത്യാധുനികമായൊരു മോഡൽ ടൗൺഷിപ്പ് തന്നെയാണ്. അത് രാജ്യത്ത് തന്നെ ഒരു പുതിയ മാതൃകയായി മാറുകയാണ്. അങ്ങനെ ചെയ്തു വരുന്നതിനിടെയാണ് ആ മനുഷ്യരുടെ ആ വീട്ടിലേക്ക് പോകുമ്പോഴും അവരുടെ ഒരു വലിയ ആധി മുമ്പ് പറഞ്ഞതുപോലെയാകും. ഈ കടം എങ്ങനെ വീട്ടും, ബാങ്കുകളിൽ നിന്ന് വരുന്ന നോട്ടീസ് നിൽക്കുന്നു. അപ്പോൾ അതിന് വലിയൊരു തീരുമാനം, ശക്തമായ തീരുമാനം, അവർക്ക് വലിയ ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്ന മുണ്ടക്കൈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്കാണോ ഇപ്പോൾ സർക്കാർ പോയിട്ടുള്ളത്? MLA എന്ന നിലയിൽ എന്തു പറയുന്നു? തീർച്ചയായും യഥാർത്ഥത്തിൽ ഒരു ഗവൺമെൻറ് എന്തിനാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്നത് രാജ്യത്തെ ഗവൺമെൻറ് ബോധപൂർവം മറക്കുന്ന ഒരു സന്ദർഭത്തിനാണ് കേരളം ഇത്തരം അതിനെയും അതിജീവിക്കുന്ന അഭിമാനകരമായ തീരുമാനമെടുത്തിട്ടുള്ളത്. ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ മാസങ്ങളെടുത്തു രാജ്യത്തെ ഗവൺമെൻറ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ഒരു പ്രകൃതിക്ഷോഭമാണ്, ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായത്. അത്തരമൊരു ദുരന്തം ഇന്ത്യയിൽ ഇതിനു മുമ്പ് വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ദുരന്തം ഉണ്ടായപ്പോഴും ആ ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. വൈകി പ്രഖ്യാപിച്ചപ്പോഴും സെക്ഷൻ 13 പ്രകാരം ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പ നിശ്ചയമായും എഴുതി തള്ളാൻ നിലവിലുള്ള നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഹൈക്കോടതി പറഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചപ്പോഴൊക്കെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഞങ്ങളത് കേസ് നീട്ടിവെക്കാൻ പരിഗണിക്കാം, ആലോചിക്കാം എന്ന് പറഞ്ഞ് ഒടുവിൽ സെക്ഷൻ 13 അമെൻഡ് ചെയ്ത് ഇങ്ങനെ വായ്പ എഴുതി തള്ളേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ജനവിരുദ്ധമായ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത എന്ന് പറയുന്നത് പോലെയുള്ള കണ്ണിൽ ചോരയില്ലാത്ത സമീപനം രാജ്യത്തെ ഗവൺമെൻറ് സ്വീകരിച്ചു. അപ്പോഴും അങ്ങനെയെല്ലാം ചെയ്തപ്പോഴും കേരളം അവരെ കൈയൊഴിയുകയല്ല. വീട് നഷ്ടപ്പെട്ടവർ, കിടപ്പാടം നഷ്ടപ്പെട്ടവർ, ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ, ആ മനുഷ്യർക്ക് ജപ്തി നോട്ടീസ് വരുമ്പോൾ അവർക്ക് ബാങ്കിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കണമെന്ന് കടലാസ് വരുമ്പോൾ ആ മനുഷ്യരുടെ ആദിയും വ്യാധിയും മനസ്സിലാക്കി അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന അഭിമാനകരമായ ഇടതുപക്ഷ ബദലാണ്. കേവലം വായ്പ ഏറ്റെടുക്കൽ മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ മാനവികതയുടെ, മനുഷ്യസ്നേഹത്തിൻ്റെ ബദലാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന് മാത്രം കഴിയുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു ചുവടുവയ്പായി നമുക്കിതിനെ കാണാൻ പറ്റും. കേരളത്തിന് സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി കേരളത്തെ എല്ലാ നിലയിലും തകർക്കാനുള്ള പരിശ്രമം രാജ്യത്തെ ഗവൺമെൻറ് തുടർച്ചയായി നടത്തുന്ന ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 6000 കോടി രൂപ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനത്തിന് ഉപയോഗിക്കേണ്ട സംഖ്യയിൽ 6000 കോടിയോളം രൂപ വെട്ടിക്കുറച്ചൊരു സാഹചര്യത്തിലും ഞങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന് കേരളത്തിലെ ഗവൺമെൻറ് അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് ശ്രീ കെ രാജൻ മിനിസ്റ്ററുടെ പത്രസമ്മേളനത്തെയും അതിൻ്റെ സത്തയെയും നമുക്ക് കാണാനാവുക. ബീഹാർ, വിവിധ സംസ്ഥാനങ്ങൾക്ക്, ഞാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേര് പറയുകയല്ല, അവിടെ ദുരന്തമുണ്ടാകുമെന്ന് കരുതി പണം കൊടുത്ത സംസ്ഥാനങ്ങൾ വരെയുണ്ട് രാജ്യത്തെ ഗവൺമെൻറ്. ഇടതുപക്ഷം RSSൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ്, സംഘപരിവാർ രാഷ്ട്രീയത്തിന് ബദലുയർത്തുന്നു കേരളം എന്ന ഒറ്റ കാരണം കൊണ്ടാണ് കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുന്നത് എന്ന് സാധാരണ മലയാളിക്ക്, അഥവാ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത മലയാളികൾക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുക. ഞാൻ ശ്രീ റജി,
ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മകമായ നിലപാട് ഇക്കാര്യത്തിലുള്ളത് എത്രയോ തലങ്ങളിൽ എത്രയോ കാലമായി എത്രയോ വർഷമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. 1.5 വർഷമായി എത്ര കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനോടൊക്കെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു. ഹൈക്കോടതി തന്നെ വലിയ തോതിൽ വിമർശിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ ആ നാട്, ആ നാട്ടിലെ മനുഷ്യർ, ജീവിക്കുന്ന മനുഷ്യർ, അവരെ ഒരു തരത്തിലും നമ്മുടെ നാട് കൈവിടില്ല എന്ന തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നു. വേണ്ടത് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഈ തീരുമാനം അത് വളരെ സുപ്രധാനവും വളരെ വേണ്ടതും ഒരു തരത്തിലും അതിന് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയാത്തതുമായ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമായി റജി കാണുന്നുണ്ടോ? നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും വലിയ ഒരു ദുരന്തമുണ്ടായപ്പോൾ അതിൽ 10 നയാ പൈസ തരാതെ വലിയ വാഗ്ദാനങ്ങളും ഒക്കെ കോരിച്ചൊരിയുകയും ബഹുമാന്യനായ പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും ഒരു ധനസഹായവും നമ്മുടെ സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനത്തെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. 780 കോടി രൂപ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ ചെയ്യാമായിരുന്നു. ഒരു കാലതാമസം യഥാർത്ഥത്തിൽ കേരളം ചെയ്യേണ്ട കാര്യമാണോ? കേരള ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളി. ഇതേ മാതൃകയിൽ ആ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ MLA യും പറഞ്ഞതുപോലെ തന്നെ എഴുതിത്തള്ളാം. അത് നിലപാടെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അന്നു മുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹൈക്കോടതി അടക്കം അക്കാര്യത്തിലുള്ള നിലപാട് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ അവർ ചെയ്യാത്തത് കൊണ്ടല്ലേ, മോദി സർക്കാർ അത് ചെയ്യാത്തത് കൊണ്ടല്ലേ ഇപ്പോൾ ഇത് ചെയ്യാൻ ഇവിടെ കേരളത്തിന് ചെയ്യേണ്ടതായി വരുന്നത്? നിയമപ്രകാരം ഉത്തരവാദപ്പെട്ട ചെയ്യേണ്ടത് ആരെന്നൊരു ചോദ്യം അതിനകത്തില്ലേ? ആ ദുരന്ത മുഖത്ത് അതിൽ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ സംഭാവന ചെയ്ത 780 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ത്വരിതഗതിയിൽ വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കണമായിരുന്നു. അതിന് 1.5 വർഷത്തെ കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടായി. എന്തായാലും അത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച്, ദുരന്ത ബാധിതരെ സംബന്ധിച്ച് വസ്തുത പരിശോധിച്ചു പോകണമല്ലോ. താങ്കൾ പറഞ്ഞു കാലതാമസം ഉണ്ടായി. ഈ കാലതാമസം വരുത്തിയത് ആരാണ്? എന്നോടാണോ? അതെ, റജിയോടാണ്. നോക്കൂ, ഇത് നമ്മുടെ ഒരു സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷമാണ്. അതിൻ്റെ റവന്യൂ മിനിസ്റ്ററാണ് ബഹുമാന്യനായ രാജൻ. അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് ആ ദുരന്ത ബാധിതർക്ക് ആശ്വാസം നൽകാനുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന സർക്കാരിനും വകുപ്പ് മന്ത്രിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമാണല്ലോ. വായ്പ എഴുതിത്തള്ളലാണ്. ഈ വായ്പ എടുത്തതാണ് എവിടുന്നാണ്? ബാങ്കുകളിൽ നിന്ന്, ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വരേണ്ടത് എവിടെ നിന്നാണ്? അതിന് കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് കാലതാമസം വരുത്തിയത്? സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ? അതാത് കാലഘട്ടത്തിൽ അതിന് നേതൃത്വം നൽകേണ്ടത് ആരാണ്? അതിന്റെ റവന്യൂ വകുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരുകളുമല്ലേ? പറയണ്ടല്ലോ റജി, തെളിച്ച് പറയുന്ന കാര്യമല്ലേ? നോക്കൂ, ഇവിടെ 780 കോടി രൂപ ദുരിതാശ്വാസ നിധിയിലുണ്ട്. അത് ചെലവഴിക്കുന്നതിൻ്റെ വിഷയമാണ്. അക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം വേഗത്തിൽ. ഞാൻ എന്താണ് MLA എന്താ പറയാൻ വന്നത്? പറയുന്നതേ, യഥാർത്ഥത്തിൽ നിലവിൽ സെക്ഷൻ 13 പ്രകാരം രാജ്യത്തെ ഗവൺമെൻറ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച എല്ലായിടത്തും ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പ എഴുതി തള്ളേണ്ടതാണ്. ആ നിയമം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആ കടം ഏറ്റെടുക്കാൻ സാധിക്കുക? എന്നാണ് കോടതിയിൽ നിന്ന് വിധി വന്നത്? 6 മാസമായിട്ടില്ല. നിലവിലുള്ള ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ആക്ട് പ്രകാരം സെക്ഷൻ 13 പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയമായും അവിടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ വായ്പ അത് എഴുതിത്തള്ളണമെന്നുള്ള വ്യവസ്ഥ നിലവിലുണ്ട്. അത് അമെൻഡ് ചെയ്തു രാജ്യത്തെ ഗവൺമെൻറ്. എന്താ രാജ്യത്ത് കോൺഗ്രസ് ചെയ്തത്? കോൺഗ്രസിൻ്റെ MPമാർ എന്താ ചെയ്തത്? ആ അമെൻഡ് ചെയ്തത് എന്നാണ്? എന്നിട്ട് എന്നാണ് അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത്? നിയമം അത് അമെൻഡ് ചെയ്യപ്പെട്ടു, ഇനി ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് 6 മാസമായിട്ടില്ല. 6 മാസം മുമ്പ് വരെ, അഥവാ 4 മാസം മുമ്പ് വരെ രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയിലുള്ളൊരു കാര്യമായിരുന്നു ഇത്. ആ ഗവൺമെൻറ് തീരുമാനിച്ചാൽ ദേശീയ ദുരന്ത നിവാരണ നിയമ സെക്ഷൻ 13 പ്രകാരം എഴുതി തള്ളേണ്ട ഒരു വായ്പ പിന്നെ എങ്ങനെയാണ് 1.5 കൊല്ലം മുമ്പ് ഈ പൈസ അടയ്ക്കാൻ പറ്റുക? കേരള ബാങ്കിൻ്റെ വായ്പ എഴുതി തള്ളാൻ 1.5 കൊല്ലം സമയമെടുത്തിട്ടില്ല. ഗവൺമെന്റ് ആ ദുരന്തത്തിന്റെ മുഖത്ത് വളരെ വേഗതയിൽ സംസ്ഥാന ഗവൺമെന്റിന് കഴിയാവുന്നതിനുള്ള കാര്യം ചെയ്തു കഴിഞ്ഞു.
റജി, വളരെ ചുരുക്കത്തിൽ താങ്കൾക്ക് MLA അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപടിക്രമങ്ങളും രാജ്യത്തെ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുമല്ലോ റജി. അദ്ദേഹം പറഞ്ഞു വെച്ചു. റജിക്ക് ഇനിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും അങ്ങനെ വരുത്തിയ കാലതാമസത്തിലും തന്നെയാണോ പറയാൻ പ്രിയം? ഇപ്പോൾ ദുരന്തം കഴിഞ്ഞിട്ട് 1.5 വർഷം കഴിഞ്ഞു. ദുരന്ത ബാധിതരെ ഏറ്റവും അടിയന്തരമായ സമയത്ത് സഹായിക്കാനുള്ള ഉത്തരവാദിത്തം അതാത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന ഭരണ നേതൃത്വത്തിനാണ് ഉള്ളത്. ഇവിടെ മനുഷ്യസ്നേഹികൾ നൽകിയ സംഭാവനയായ 780 കോടി രൂപ ഇവിടെ ഉണ്ട്. ഞാൻ റജിയിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലും MLA കൂടി പറഞ്ഞപ്പോൾ സപ്ലിമെൻ്റ് ചെയ്ത് കുറച്ചുകൂടി അതിൽ ഒരു ക്ലാരിറ്റി വരുത്തും. പക്ഷേ ലാൽകുമാർ നോക്കൂ, അദ്ദേഹം കടുത്ത പിടിവാശിയിലാണ്. ഇപ്പോൾ കേരളത്തിലെ UDF എന്ന പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കോൺഗ്രസ് സഹയാത്രികനാണ് റജി. അദ്ദേഹം ഈ വിഷയത്തിൽ പോലും അദ്ദേഹം അതിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്ന ഒരു ശൈലി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശൈലിയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതിപക്ഷത്തെ നേതാക്കളോട് ചോദിച്ചാലും ഇത്ര സുപ്രധാനമായ ഒരു തീരുമാനം വരുമ്പോഴും അതിലും എങ്ങനെ സംസ്ഥാന സർക്കാരിനെ ഒന്ന് കുറ്റപ്പെടുത്താം, കാലതാമസം സംസ്ഥാന സർക്കാർ വരുത്തി വെച്ചു, വസ്തുതകൾ മറ്റൊന്ന്, രാജ്യത്തെ നിയമം വേറൊന്ന്, ദേശീയ ദുരന്ത നിവാരണ നിയമവുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യം കേന്ദ്ര സർക്കാർ, ദേശസാൽകൃത ബാങ്ക്, ഇതെല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിലും അവിടേക്ക് നോക്കുക പോലുമില്ല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തെ ഈ ചർച്ചയിലും കാണുകയാണോ ഇത്ര പ്രധാനപ്പെട്ട തീരുമാനം വരുമ്പോൾ പോലും? എനിക്കൊന്ന് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രതിപക്ഷ വിമർശനമായി സഭയിൽ അവതരിപ്പിച്ചത്. 2005 പറഞ്ഞോളൂ. അതെ, നോക്കൂ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എല്ലാ ചർച്ചകളിലും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, അല്ലെങ്കിൽ അവരെടുത്തു വെക്കുന്ന ഒരു പ്രയോഗമാണ് സർക്കാർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വയനാട്ടിലെ ജനതയ്ക്കും ബാക്കിയുള്ളവർക്കറിയാം. അതിനെക്കുറിച്ച് വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ മറ്റൊരു മേഖലയിൽ കൂടെ അതിനെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 സെക്ഷൻ 13 അമെൻഡ് ചെയ്തു. അതിനകത്ത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിക്ക് ഈ പറയുന്ന ലോൺ വേവ് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാം. ആ പ്രൊവിഷൻ എടുത്ത് അമെൻഡ് ചെയ്ത് കളഞ്ഞു. അത് 2005 കളഞ്ഞത്. ഈ പറയുന്ന ചർച്ചകളിൽ എപ്പോഴേലും ഒരു കോൺഗ്രസ്സുകാരൻ വന്ന് ഈ കേന്ദ്രത്തിൻ്റെ ഈ പ്രശ്നം എപ്പോഴേലും ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു താല്പര്യവുമില്ല. ഏതേലും ഒരു പാർലമെൻറ്റ് മെമ്പർ, താങ്കൾ മാധ്യമപ്രവർത്തനല്ലേ, ഏതേലും ഒരു മാധ്യമപ്രവർത്തകൻ പാർലമെൻറ്റ് മെമ്പർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? എന്നേലും പ്രതിപക്ഷ നേതാവ് 2 വാക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അവർക്ക് അതാ പറഞ്ഞു, എന്ത് പറഞ്ഞാലും പിണറായി വിജയൻ. നോക്കൂ, ഈ പറയുന്ന ഫണ്ട്, ഈ പറയുന്ന കിട്ടേണ്ട ഈ പറയുന്ന ലോൺ വേവ് ചെയ്ത് കളയാമെങ്കിൽ ആ ബേർഡൻ സ്റ്റേറ്റ് ആദ്യം എടുത്തു വെക്കേണ്ട കാര്യം എന്താ? ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. അങ്ങനെ ഒരു പ്രൊവിഷൻ അവിടെ 13 പ്രൊവിഷൻ ഉള്ളപ്പം 13 പ്രൊവിഷൻ വഴി സെൻട്രൽ ഗവൺമെൻറ്റിന് ഇതിന് വേവ് ചെയ്യാമെങ്കിൽ ആ വേവ് ചെയ്യാൻ അവർ വെയിറ്റ് ചെയ്യില്ലേ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കൃത്യമായി വേവ് ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കിയിരുന്ന് വേണം ചെയ്യാൻ. ഇപ്പോൾ വേവ് ചെയ്തു, കാര്യം എന്താ? അവർ ചെയ്യത്തില്ല, അത് അമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് അവർ കൊടുത്തു. ആ ബേർഡൻ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. നോക്കൂ, ഇത്രയും നാളത്തെ ബേർഡൻ ഒന്നുമില്ല. കാര്യം എന്താ? അവർ പൈസ അടയ്ക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ഡ്യൂ ഉണ്ടെങ്കിൽ ആ ഡ്യൂ ഉൾപ്പെടെയല്ലേ സർക്കാർ ഏറ്റെടുക്കുന്നത്? അങ്ങനല്ലേ ചെയ്യുന്നത്? അപ്പം ഈ പറയുന്ന ബാധ്യത അഡീഷണലായിട്ടൊന്നും ഈ പറയുന്ന ജനങ്ങളിലേക്ക് വരാൻ പോകുന്നില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്. ആ രാഷ്ട്രീയ വിഷയം എങ്ങനെ ആകുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നടന്ന ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം സത്യത്തിൽ നമുക്ക് പൈസ തരാതിരിക്കാനായിട്ട് ബൈപ്പാസ് ചെയ്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ കേരളത്തിനെ ബൈപ്പാസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് തന്നെ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒരു വിഷയമേ അല്ലാത്തത് എന്തുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി നോക്കി കാണേണ്ട കാര്യമാണ്. വയനാട്ടിലെ ജനതയൊന്നും അവരുടെ താല്പര്യത്തിൽപ്പെട്ട കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ സർക്കാർ പരാജയമായിരുന്നു. ഒരു സിനിമയ്ക്കകത്ത് കൊല്ലം തുളസി പറയത്തില്ല, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് വീണ്ടും എന്ത് പറഞ്ഞാലും, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാര്യം പറഞ്ഞാലും കൊല്ലം തുളസി പറയാൻ പോകുന്നത് ആ സിനിമയ്ക്കകത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് എന്ന് പറയുന്നത് പോലെ എന്തോ രാജ്യത്ത് സംഭവിച്ചാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ സർക്കാരിനുമാണ് കോൺഗ്രസിൻ്റെ കണ്ണിൽ കൂടെ തെറ്റായി അവർ വീക്ഷിക്കുന്നത്. അതിന് മാധ്യമങ്ങൾ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ശരത്തിയേട്ടൻ അടങ്ങുന്ന മാധ്യമ വർഗം അത് കൈരളി ചെയ്യുന്നുണ്ടെന്നുള്ളതല്ല, ഇവർ വലിയ രീതിയിൽ കൊടപിടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു വിമർശനം ഇവർക്കെതിരെ ഉന്നയിക്കുന്നില്ല. ഇപ്പം ഇന്നലെ VD സതീശൻ പറഞ്ഞ വൃത്തികേട് അതൊരു ചർച്ചയല്ല. അതേ സ്ഥാനത്ത് കടക്ക് പുറത്ത് എന്ന് പറയുന്നത് ഇവിടെ ചർച്ചയായിരുന്നു. ആ ഒരു മന്ത്രിയെ അധിക്ഷേപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ചർച്ചയൊന്നുമില്ല.
ഇവരിതിങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. UDF ആണോ മത്സരിക്കുന്നത്, മാധ്യമങ്ങളാണോ മത്സരിക്കുന്നതെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം അവർക്ക് എങ്ങനെയും ഈ സർക്കാരിനെ നശിപ്പിച്ച് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സർക്കാരിനെ ഇറക്കി വിട്ട് വെളിയിൽ ഇറക്കാനുള്ള ആവേശമൊക്കെ കാര്യം ശരിയാണ്, മാധ്യമ വർഗത്തിനോടാണ് പറയുന്നത്. ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്രത്തിലെ ഏജൻസികൾ ഉപയോഗിച്ച്, അതുകൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ളവർ ഡയറക്റ്റ്ലി മാധ്യമങ്ങളിൽ ഇടപെട്ട് എങ്ങനെയാണ് പ്രതിപക്ഷ ശബ്ദം ഇല്ലാതാക്കിയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനൊരു കാര്യം ഇവിടെ വന്നിട്ടില്ല. ഏതേലും സാഹചര്യത്തിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ അപ്പുറത്തിരുത്താൻ നോക്കിക്കഴിയുമ്പം അതിൻ്റെ കോൺസിക്വൻസ് വലുതായിരിക്കും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെറുതായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല. അപ്പുറത്ത് മൂലയ്ക്ക് ഇരുത്താൻ എളുപ്പമാണ്. വർഗീയവാദികളൊക്കെ ഇറങ്ങി വന്ന് ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന പണി എനിക്കത് പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ജാഗ്രതയോടുകൂടി ജനങ്ങൾ ഇതിനെ കാണേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ല, ലെഫ്റ്റ് ഉള്ള സ്പേസ് നോക്കൂ. ലെഫ്റ്റ് ഇല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ കോൺട്രിബ്യൂഷൻ പറയും. കോൺഗ്രസ് ഭരിച്ച സ്ഥലത്ത് കേരളത്തിൽ ഇടതുപക്ഷം അല്ലാത്തടത്ത് വേറെ എവിടെയാണ് ഇവർ മതനിരപേക്ഷതയും ബാക്കിയുള്ളതും ചെയ്തിട്ടുള്ളത്? ഒറ്റ സ്ഥലം പറ, ഒറ്റ സ്ഥലം. അവിടെ ഒക്കെ BJP കൊണ്ടുപോയി. ഇവിടെ BJP വളരാതിരിക്കുന്നതിന് കാര്യം എന്താ? ഇവിടുത്തെ വികസനം ഇങ്ങനെ നടന്നത് എന്താ? കോൺഗ്രസിന് പോലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കാട്ടിലും ഒരല്പമെങ്കിലും മെച്ചപ്പെട്ട് കേരളത്തിൽ നിൽക്കുന്നത് എന്താ? ഇവിടെ ഇടതുപക്ഷം ഉള്ളതുകൊണ്ടാ? അല്ലെങ്കിൽ അപ്പുറത്ത് BJP മറ്റേടത്തോളം അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് കേരളത്തിൽ പെർഫോം ചെയ്യുന്ന പോലെ ഇവർ അവകാശപ്പെടുന്ന പോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല? ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യാനും ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ദേശീയവാദ വരാം സാർ. അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ഇടതുപക്ഷം കേരളത്തിൻ്റെതായിട്ടുള്ളൊരു വലിയ രാഷ്ട്രീയ സവിശേഷതയും പ്രത്യേകതയുമാണ്. അതിൻ്റെ ആനുകൂല്യം രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസിനും ലഭിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രീയത്തിനെതിരെ എന്ന് പറയുന്ന നിലയിലൊക്കെ ഒരു നിലപാട് പരസ്യമായി സ്വീകരിക്കാൻ ഒക്കെ പറഞ്ഞു നിൽക്കാൻ കഴിയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വാഷ് ഔട്ട് ആയതുപോലെ പോകാതിരിക്കുന്നത്. അതാണ് ലാലിപ്പോൾ പറഞ്ഞു വെച്ച കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നിരീക്ഷണം. ഈ ചർച്ച അവസാനിപ്പിക്കും മുമ്പ് ഇന്ന് സഭയിലും സഭയ്ക്ക് പുറത്തുമുണ്ടായ കാര്യങ്ങളൊക്കെ പരാമർശിച്ചാണ് ഈ ചർച്ച നമ്മൾ ആരംഭിച്ചത്. അതിനിടയിലാണ് ഒരു സുപ്രധാന തീരുമാനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് ഒരു മാധ്യമവും, നേരത്തെ ലാലു പറഞ്ഞ പോലെ ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ കാര്യമായി ഒരു മാധ്യമവും അത് അവരുടെ ചർച്ച മാറ്റിവെച്ച് ഈ സുപ്രധാനമായ കാര്യം നൽകാൻ ശ്രമിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തുവാവട്ടെ, അതിലേക്ക് നമ്മൾ പോയി. ഇത് അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് സഭയിൽ മുഖ്യമന്ത്രി സർക്കാരിനെക്കുറിച്ച് ഒരു സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ച സർക്കാർ എന്ന നിലയ്ക്ക് കൂടി മുഖ്യമന്ത്രി സർക്കാരും ജനങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ജനങ്ങളോട് എങ്ങനെ സർക്കാർ ഇടപെടുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ചില കാഴ്ചപ്പാടുകൾ, ചില ബോധ്യങ്ങൾ അവതരിപ്പിച്ചു പറഞ്ഞു. പ്രതിപക്ഷത്തോടക്കം ആ വിമർശനം അവതരിപ്പിച്ചപ്പോഴാണ് ചുരുക്കം ചില വാക്കുകൾ കാണാം. ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാം, ഞങ്ങൾക്ക് ജനങ്ങളെയും അറിയാം. അതുകൊണ്ട് തന്നെ ഏതെല്ലാം തരത്തിലുള്ള പുകമറകൾ സൃഷ്ടിക്കാൻ നോക്കിയാലും അതൊന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്. സാർ, അതല്ല, അതിനും മേലെ എന്ന് പറഞ്ഞിട്ടില്ലേ? അതുക്കും മേലെയാണ് LDF വരാൻ പോകുന്നത്. ആ അവസ്ഥയാണ് കേരളത്തിൽ. അത്തരമൊരു സാഹചര്യമാണുള്ളത്. ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളാണല്ലോ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. നമുക്ക് അവിടെ കാണാം എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. റജി, ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് എല്ലാ കാലവും സാധ്യമായ കാര്യമല്ല. ആ തെറ്റിദ്ധരിപ്പിക്കലിനെയും അതിജീവിച്ച് തന്നെ ജനങ്ങൾക്ക് അവരെ അറിയാം, അതുമല്ലെങ്കിൽ ഈ സർക്കാരിനെ അറിയാം എന്ന നിലയിൽ തിരിച്ചും എന്ന് പറയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കടുത്ത മാർക്സിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള, ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഒഴിച്ചാൽ ഈ കാലയളവിൽ കഴിഞ്ഞൊരു 10 വർഷക്കാലം പ്രവർത്തിച്ച രീതികൾ, സർക്കാർ കൊടുത്ത ഉറപ്പുകൾ, വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞത് അത് ചെയ്യുകയും പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ഒക്കെ പോകുന്നൊരു ശൈലി അല്ലാതെ പോയ ഒരു അനുഭവം മലയാളിക്ക് ഈ സർക്കാരുകളുമായി, ഈ സർക്കാർ മാത്രമല്ല 2 സർക്കാരുണ്ടല്ലോ, ഉണ്ടായിട്ടില്ലേ? ഇപ്പോൾ ലൈഫ് വീടുകൾ നോക്കാം, ദേശീയപാത വികസനം നോക്കൂ. ഭൂമി തട്ടിപ്പറിച്ചെടുത്തല്ല, അവൻ അവകാശപ്പെട്ട പണം കൊടുത്താണ് ആ ഭൂമി എടുത്ത് ദേശീയപാത വികസനം സാധ്യമായത്. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമലയിലേക്ക് പോയാൽ മോഡൽ ടൗൺഷിപ്പ് അത് വേഗം പൂർത്തിയാകുന്നു. അപ്പുറത്ത് വാഗ്ദാനം ചെയ്ത കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? യൂത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോൾ അവരുടെ വായ്പകൾ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസം വകതിരിവോടെ വിലയിരുത്താൻ കഴിയുന്ന ഒരു തലം സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? മറുഭാഗത്ത് പ്രതിപക്ഷം ചെയ്യുന്നത് കേവല വിവാദങ്ങളിൽ അഭിരമിക്കുക, കുറേ ബഹളം ഉണ്ടാക്കുക, മാധ്യമങ്ങളുടെ ഒരു വലിയ പിന്തുണ അതിലൂടെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഈ വ്യത്യാസം ആളുകൾ തിരിച്ചറിയില്ലേ ആത്യന്തികമായി?
അതെ, അത് പറയുന്നതിന് മുമ്പ് ഒറ്റ കാര്യം. ബഹുമാന്യനായ ലാൽ അദ്ദേഹം ഒരു നല്ല നിരീക്ഷണം നടത്തി. അതായത് പ്രത്യയശാസ്ത്ര പ്രതിബദ്ധതയുള്ള ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നല്ല നിരീക്ഷണമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അത്തരത്തിലുള്ളവർ ഒരു സ്പേസ് കേരളത്തിൽ വേണം. അന്ന് കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ അത്തരക്കാരെ ആവശ്യമാണ്. ഇനി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ പരസ്പരം നടത്തും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ. ഇവിടുത്തെ ഭരണകക്ഷിയെ സംബന്ധിച്ച് അവരുടെ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് വേണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ. പ്രതിപക്ഷങ്ങൾക്ക് എന്തുകൊണ്ട് ഭരണപക്ഷം ചില കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാട്ടാൻ കഴിയും. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഭരണത്തിനെതിരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എന്ന് പറയുന്നത് കാലതാമസമാണ്, അങ്ങേയറ്റത്തെ ഡിലേ ആണ്. വാക്കുകൾ പറയുന്നത് ഒന്നും സാക്ഷാത്കരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. KFOണിൻ്റെ കാര്യം തന്നെ നോക്കൂ. 2017 മാർച്ച് മാസം 3-ാം തീയതി കേരള നിയമസഭയിൽ പറഞ്ഞു, ഞങ്ങൾ 20 ലക്ഷം പേർക്ക് സൗജന്യ ടെലിഫോൺ കണക്ഷൻ നൽകും, വൈഫൈ നൽകും. 1.5 ലക്ഷം പേർക്കാണ് ആകെപ്പാടെ ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് നൽകിയത്. അപ്പോൾ ഇതുപോലെ 8.5 ലക്ഷം ഭവനരഹിതർ കേരളത്തിലുണ്ടെന്ന് നിയമസഭയിൽ പറഞ്ഞു. അതിൽ 4,72,000 പേർക്ക് ഭവനം നിർമ്മിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഭരണത്തിൻ്റെ ഡിലേ, ഭരണ നിർവഹണത്തിൻ്റെ ഡിലേ വലിയ പരിതാപകരമായ അവസ്ഥയിലേക്കാണ്. അത് ഈ സർക്കാരിനെതിരെ ചൂണ്ടിക്കാട്ടുവാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതിപക്ഷത്തിൻ്റെ ഒരു വിമർശന ശരമാണ്. അപ്പോൾ എന്നിരിക്കലും ഈ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയും. അത് ബഹുമാന്യനായ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുപോലെ ഈ ഭരണ നേട്ടങ്ങളെ കൊണ്ടുവരിക, വിമർശിക്കാൻ കഴിയുന്നവർക്ക് ആ രീതിയിൽ വിമർശിക്കാനും ജനങ്ങളാണല്ലോ നിശ്ചയിക്കേണ്ടത് എന്നും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ശ്രീ പ്രേംകുമാർ, ഏതെങ്കിലും തരത്തിൽ ഈ ഭയങ്കരമായ കാലതാമസം ഈ സർക്കാരിന് പദ്ധതികൾ ഏറ്റെടുക്കുന്നതിൽ, പൂർത്തീകരിക്കുന്നതിൽ KFOണിനൊക്കെ ഉദാഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. വിമർശന ശരം പ്രതിപക്ഷത്തിന് ഈ സർക്കാരിനുമേൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു പ്രതിപക്ഷം വരാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞതും താങ്കളുടെ മുമ്പിലുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിസ്മയിപ്പിക്കുന്ന വികസനമാണ് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും നടന്നിട്ടുള്ളത്, എല്ലാ ജില്ലയിലും നടന്നിട്ടുള്ളത്, സംസ്ഥാനത്താകെ നടന്നിട്ടുള്ളത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കിറ്റ് മുടക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ KFOൺ മുടക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മുടക്കും. തൊട്ടതിനും പിടിച്ചതിനും കോടതിയെ സമീപിക്കുകയും കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഒരു മുന്നണിയാണ് ഇപ്പോൾ വികസനത്തിന് വേഗം പോരാ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് കേരളം ഈ കഴിഞ്ഞ 10 വർഷം കൈവരിച്ച നേട്ടം, മുന്നേറ്റം, ക്ഷേമത്തിൻ്റെ കാര്യത്തിലും വികസനത്തിൻ്റെ കാര്യത്തിലും വിസ്മയാവഹമായിട്ടുള്ള നേട്ടം കൈവരിച്ചൊരു നാടിനെ നിശ്ചയമായും സാധാരണ മനുഷ്യർ തിരിച്ചറിയും. ഇടതുപക്ഷ വിരോധം മാത്രം, അഥവാ കമ്മ്യൂണിസ്റ്റ് വിരോധം, മാർക്സിസ്റ്റ് വിരോധം, അതിൻ്റെ ഭാഗമായി അന്ധത ബാധിച്ചവരൊഴികെ കേരളത്തിലെ എല്ലാ സാധാരണ മനുഷ്യരും, ഏറ്റവും നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം തൊട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ തുടങ്ങി പൊതു ഇടങ്ങളെയെല്ലാം മികവിൻ്റെ കേന്ദ്രമാക്കുന്ന നമ്മുടെ നാടിൻ്റെ ഗതാഗത രംഗത്ത്, വ്യവസായ രംഗത്തെല്ലാം ഉണ്ടായിട്ടുള്ള ഈ മാറ്റം, നേട്ടം ജനം തിരിച്ചറിയുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും എന്നുകൂടി ഈ സന്ദർഭത്തിൽ. ലാല്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ MLA പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് അവസാനമായ ഒരു കാര്യം, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിലാണല്ലോ. അതായത് ഇപ്പോൾ ഒരു ഭാഗത്ത് നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ, അതിൻ്റെ അണിയിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾക്കറിയാം. മറുഭാഗത്ത് കേരളത്തിൽ എങ്ങനെയൊക്കെ വാദിക്കാൻ ശ്രമിച്ചാലും കേരളത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളുണ്ട്. ഒരു ഭാവിയിലേക്കുള്ള കേരളത്തിൻ്റെ മുന്നേറ്റത്തെ സംബന്ധിച്ച് വലിയ ശുഭകരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം പകരുന്ന ഒരു സാഹചര്യം വികസനവുമായി ബന്ധപ്പെട്ട്, ക്ഷേമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതിൻ്റെ ട്രാക്കിൽ മുന്നോട്ട് പോകണമോ, അതോ മുമ്പ് പറഞ്ഞതുപോലെ ആദ്യത്തെ ഈ പറഞ്ഞ വിവാദത്തിലേക്ക് മാത്രം ചോയ്സ് എടുത്ത് ഒരു പിന്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയുണ്ടാകണമോ? ഇന്ന് P. രാജീവ് സഭയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDF അധികാരത്തിൽ വന്നപ്പോഴുണ്ടായിട്ടുള്ള തമ്മിലടികളാണ് വലിയ തകർച്ചയ്ക്കും സ്തംഭനാവസ്ഥയ്ക്കും കേരളത്തിൽ ഇടവരുത്തിയിട്ടുള്ളത്. 11-16 ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. കേരളം യഥാർത്ഥത്തിൽ ഈ ഒരു വിലയിരുത്തലിലേക്ക് പോകുന്ന ഒരു സമയമാണല്ലോ. എന്തു വേണം എന്നതിനെ സംബന്ധിച്ച്, ആര് വേണം എന്നതിനെ സംബന്ധിച്ച്. അല്ല, ഇവിടെ നമുക്ക് റെജി പറഞ്ഞ ഒരു പ്രയോഗം അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. KFOണുമായി ബന്ധപ്പെട്ട് ഡിലേഡായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് സഫീഷ്യൻറ്റ് ഫണ്ട് കിട്ടുന്നില്ലെന്ന് റെജിക്കും അറിയാം, എനിക്കും അറിയാം, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. അത് പണമില്ലെങ്കിൽ നാച്ചുറൽ ഡിലേ ഉണ്ടാവും. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. കോൺഗ്രസിൻ്റെ ആരെയും ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു സ്കീം വേണമായിരുന്നു
എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? ഒറ്റ കേസ് പറഞ്ഞാൽ മതി. ഈ പറയുന്ന സ്കീം വേണമായിരുന്നു, ഇത് ന്യൂനതയാണ് എന്ന്. ഇപ്പം കെ ഫോണുമായി ബന്ധപ്പെട്ട് കെ ഫോൺ ന്യൂനതയുണ്ടെന്ന് അവർ പറയുന്നില്ല. കെ ഫോണിൻ്റെ സ്പേസിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ എന്ന് പറയുന്ന പോലെ ഇന്ന സംരംഭം ഇവിടെ അല്ല ഇന്ന രീതിയിൽ വേണമായിരുന്നു, ഇത് സർക്കാർ ചെയ്തേയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസി ഇല്ലായിരുന്നു, സ്കീം ഇല്ലായിരുന്നു, അങ്ങനെ ഒരു ഫ്രെയിംവർക്ക് ഇല്ലായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ പ്രതിപക്ഷം പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ അതാണ് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ എഫിഷ്യൻസി ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ഉള്ളതിനകത്ത് കുറേ പ്രശ്നമുണ്ട്. ഇപ്പോൾ ആരോഗ്യരംഗത്തിനകത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ പറഞ്ഞതിനകത്തെ കാര്യങ്ങൾ എടുത്തു വെച്ച് അതിനകത്തെ ന്യൂനത വിശദീകരിക്കുന്നതിന് പകരം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു കാര്യം അവർ ഇതുവരെ ചെയ്തിട്ടില്ല ഈ സംസ്ഥാനത്ത്. അപ്പം ആ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, വിമർശനമില്ല, സ്കീംസ് ഉണ്ട് അത്ര. ഓക്കെ, റൈറ്റ്. ഏതായാലും ഞാൻ നോക്കൂ, ഇതൊന്നും നടത്തിയിട്ടില്ലെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ശരി ശരി ലാലെ, നമുക്ക് ഞാൻ പറഞ്ഞത് അങ്ങ് ഒരു കാര്യം നോക്കൂ, നിങ്ങൾക്കൊരു സ്കീം. ഓക്കെ യെസ് 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 ഓക്കെ. പ്രതിപക്ഷത്തിന് ഇക്കാര്യങ്ങളിൽ വ്യക്തമായൊരു സ്കീമുണ്ടോ എന്നതടക്കമുള്ള ഒരു ചോദ്യങ്ങളിലേക്കാണ് ലാൽ ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിൽ എത്തിയത്. നേരത്തെ കെ ഫോണിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. കെ ഫോൺ എന്ന ആ സംവിധാനത്തെ തന്നെ പ്രതിപക്ഷം എതിർത്തതാണ്. അതിനെതിരെ ഹൈക്കോടതിയിൽ പോയതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളിയതാണ്. തള്ളുക മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിപക്ഷ നേതാവ് പദവിയിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങേയറ്റം ഡാമേജ് ഉണ്ടാക്കുന്ന നിരീക്ഷണങ്ങൾ ഒക്കെ അന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. പൊതു താല്പര്യമല്ല, പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് എന്ന നിലയ്ക്കുള്ള നിരീക്ഷണങ്ങൾ ഒക്കെ വന്ന ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം നവീന സാധ്യതകൾ കേരളത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. അത് കെ ഫോൺ ആകട്ടെ, ലൈഫ് ആകട്ടെ, ദേശീയപാത വികസനമാകട്ടെ, വാട്ടർ മെട്രോ ആകട്ടെ, വിഴിഞ്ഞം പദ്ധതി ആ കരാർ വിഭാവനം ചെയ്തതിൽ നിന്നുമൊക്കെ എത്രയോ മുൻപ് അവസാനിക്കും വിധത്തിലേക്ക് അതിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. വേഗതയിൽ, ഈ കാലതാമസം പറയുമ്പോൾ വേഗതയോടെ ആ കരാറിനെ തന്നെ പുതുക്കി 2028 പൂർത്തീകരിക്കും വിധത്തിലേക്ക് അതിനെ നവീകരിച്ച് പരിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ മുന്നേറ്റങ്ങളുടെ ഒരു 10 വർഷക്കാലം എന്നുള്ളത് തന്നെ കേരളത്തിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവ തലം തന്നെയാണ്. അതുതന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ മുമ്പിലെ ഒരു വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. ആ മാറ്റുരയ്ക്കലാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൻ്റെ നിരവധി വിശകലനങ്ങൾ, താരതമ്യങ്ങളൊക്കെ ഇന്ന് നിയമസഭയ്ക്ക് അകത്ത് നടന്നു. അതെല്ലാം ഈ ചർച്ചയ്ക്ക് വിധേയമായി വന്നു എന്ന് കരുതുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.